വലിയൊരു ഉത്തരവാദിത്വമായിരുന്നു. അത് വളരെ ഭംഗിയായി നിറവേറ്റി ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ അബിൻ വർക്കി ഇരിക്കുന്നത്. പ്രതീക്ഷിച്ചതായിരുന്നോ ഈ വിജയം? തീർച്ചയായിട്ടും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 കൊല്ലമായിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധിയുമായി ബന്ധപ്പെട്ട വികസന മുരടിപ്പും അതുപോലെ തന്നെ കേരളത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ തന്നെ അത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് തന്നെ അങ്ങനൊരു വിജയം അവിടെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ ആറന്മുളയിൽ വിജയിച്ചു വരാൻ, നല്ല വോട്ടിന് വിജയിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം UDFൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു. അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ നടന്നു. ആറന്മുളക്കാരനല്ല അബിൻ വർക്കി എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇപ്പോൾ ആറന്മുളക്കാരനായോ? തീർച്ചയായിട്ടും ആറന്മുളയിലെ ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് എന്നിൽ. അത് പൂർണ്ണമായും നിറവേറ്റും. അപ്പോൾ ആറന്മുളക്കാരനായി തന്നെ അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അവരുടെ സുഖദുഃഖങ്ങളിലൊക്കെ അവരുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതങ്ങനെ തന്നെ നടത്തണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രചരണ രംഗത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നു. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് തന്നെ മുഴങ്ങിക്കേട്ടത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളാണ്. നമുക്ക് ഈ 5 വർഷ കാലമെടുത്താൽ പലപ്പോഴായി അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഇതിലൂന്നിയുള്ള ഒരു പ്രചരണം തന്നെയാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചതെന്നാണോ കരുതുന്നത്? അങ്ങനെയല്ല, അതും അതിനകത്ത് ഒരു ഘടകമായിരുന്നു എന്നുള്ളതാണ്. അവിടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിലെ ആ പൊതു രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ UDF പറഞ്ഞ ആശയത്തോടൊപ്പം അവിടുത്തെ ജനങ്ങൾ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പഴുതില്ലാതെ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടല്ലേ? സ്വാഭാവികമാണ്. അത് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റാവുന്ന 100% കാര്യങ്ങളും എൻ്റെ പാർട്ടിക്കും മുന്നണിക്കും ചെയ്യാവുന്ന 100% കാര്യങ്ങളും ഒരു പ്രചരണ ഘട്ടത്തിൽ ആറന്മുളയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. തീർച്ചയായും നമുക്ക് വളരെ കുറച്ച് പ്രചരണ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അല്പം വൈകിയാണ് കഴിഞ്ഞത്. അബിൻ വർക്കി പറയുന്ന പോലെ ഈ വിഷയങ്ങളെല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമാണോ ഒരു റൗണ്ട് പോലും ഈ 19,000 വോട്ട് നേടി ജയിച്ചു വന്ന വീണ ജോർജിന് ഒരു റൗണ്ട് പോലും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല? നമ്മൾ തെരഞ്ഞെടുപ്പ് ദിവസം ആദ്യം മുതൽ തന്നെ അബിൻ വർക്കി മുന്നിൽ എന്നാണ് പറഞ്ഞത് അവസാനം വരെ. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ സമൂലമായി എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലും ഇങ്ങനെ ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം കാലങ്ങളായി CPM തന്നെ ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകളിൽ ഞാൻ ലീഡ് ചെയ്തു. അത് വലിയ ലീഡുകൾ ചെയ്തു. ഈ പറയുന്ന പോലെ ആറന്മുള 2 വിഭാഗക്കാരെയും ജയിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു UDF മണ്ഡലം എന്ന് പൊതുവേ കരുതപ്പെടുന്ന ഒരിടമാണ്. പക്ഷേ കഴിഞ്ഞ 2 ടേമായിട്ട് വീണ ജോർജ് അതിന് മാറ്റം വരുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അത് തിരിച്ചു പിടിച്ചു എന്നതാണ് അബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ്. അതിൽ സംസ്ഥാനത്ത് പൊതുവേ ഉണ്ടായിരുന്ന ഒരു UDF തരംഗം അതുണ്ടായിരുന്നില്ല എങ്കിൽ അത് സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും പൊതു രാഷ്ട്രീയ സാഹചര്യം എല്ലാ നിയോജകമണ്ഡലങ്ങളെയും ബാധിക്കപ്പെടുന്നുണ്ട്. പിന്നെ ആ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും UDFന് ജയിച്ചു വരാൻ സാധിക്കുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ആ മണ്ണിൽ കൃത്യമായ പ്രചരണവും കൃത്യമായ പാർട്ടി മിഷണറിയുടെ വർക്കിങ്ങുമാണ് ഒരു പരിധിവരെ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാനുള്ള സഹായകരമായത്. 2, ഞങ്ങളുടെ പ്രചരണം കൃത്യമായി ജനങ്ങൾ ഏറ്റെടുത്തതാണ്. അപ്പോൾ അത് ഞങ്ങളുടെ പ്രചരണം സംസ്ഥാനത്തുടനീളം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആറന്മുളയ്ക്ക് മാത്രമായി മാറി നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ജനങ്ങളും അത് ഏറ്റെടുത്തു. അങ്ങനെ ഞങ്ങളുടെ വിജയമുണ്ടായി. അതിനകത്തൊരു പൊതു വേവ് എന്നതിനപ്പുറമായിട്ട് ആറന്മുളയുടെ ഒരു സാഹചര്യവുമുണ്ട്, സംസ്ഥാന സാഹചര്യവുമുണ്ട്. ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വോട്ട് നേടാൻ പറ്റി എന്നതായിരുന്നു വീണ ജോർജിൻ്റെ വിജയങ്ങളുടെ ഒരു റീസണായി നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ഇത്തവണ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടും അബിനാണോ ലഭിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അങ്ങനെയല്ല, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിലക്കയറ്റം. ഇപ്പോൾ വിലക്കയറ്റം ബാധിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അറിയുന്നത് സ്ത്രീകളാണ്. കാരണം കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ സ്ത്രീകൾ വിലക്കയറ്റം ബാധിക്കുമ്പോൾ സാമുദായിക അടിസ്ഥാനത്തിൽ ഓർത്തഡോക്സ് ആകുമ്പോൾ ഉള്ളിക്ക് 5 രൂപ കുറച്ചും അല്ലെങ്കിൽ മാർത്തോമയാകുമ്പോൾ 3 രൂപ കുറവോ എന്നൊന്നുമില്ലല്ലോ. സ്ത്രീകളുടെ വിലക്കയറ്റം ബാധിക്കുമ്പോൾ വിലക്കയറ്റം പൊതുവായിട്ടാണ് ബാധിക്കുന്നത്. അതിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അങ്ങനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊതു രാഷ്ട്രീയ സാഹചര്യമാണ്. പിന്നെ ഇപ്പോൾ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി കൂടുതലില്ലാത്ത പഞ്ചായത്തുകളിൽ ഞാൻ ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പഞ്ചായത്തിൽ മറ്റു വിഭാഗങ്ങളല്ലേ വോട്ട് ചെയ്തത്. അപ്പോൾ ഇത് പൊതു രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ടാണ് 12 പഞ്ചായത്തിലും
ഒരു മുനിസിപ്പാലിറ്റിയുമാണ് അവിടെ ഉള്ളത്. ഇതിവിടെ എല്ലായിടത്തും ഞാൻ ലീഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, അത് സാമുദായിക, ജാതി, മത, ലിംഗ, വർണ്ണ വ്യത്യാസമില്ലാതെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചത്. എങ്കിൽ പോലും ഞാനിപ്പോൾ ചോദിച്ചത് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ വോട്ട് അതിലൊരു ഘടകമായിട്ടില്ലേ വിജയത്തിലെന്നതായിരുന്നു എൻ്റെ ചോദ്യം. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നു, ജാതി, മത, വർണ്ണ, ലിംഗ ഭേദമില്ലാതെ എല്ലാവരും വോട്ട് ചെയ്തു. അതിൽ ഭൂരിഭാഗം ആളുകളും എനിക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട് ആ വോട്ടുകളിലൂടെയാണ് ഇത്ര വലിയ ഭൂരിപക്ഷം. ഇപ്പോൾ 19,000-ന് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്ക് 18 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ കുറവാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിനുണ്ടായത് എല്ലാ ജനങ്ങളും, സർവ്വജനങ്ങളും വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഉണ്ടായത്. ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം അബിൻ പറയുമ്പോൾ 10,000 വോട്ടിന് ജയിക്കും എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 10,000-ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. അത് അപ്രതീക്ഷിതമായിരുന്നു. ഒന്ന് ഞാനൊരു നമ്പർ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. 10,000-ന് മുകളിൽ നിന്ന് 10,000-ന് മുകളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഭൂരിപക്ഷം പറഞ്ഞത് അൾട്രാ കംഫർട്ടബിൾ എന്നാണ്. ഞാൻ തന്നെ പറഞ്ഞൊരു വാക്കാണ്. ഇനി 10,000-ന് മുകളിൽ നിന്ന് ഞാൻ ഏതെങ്കിലും എടുത്ത് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷം പ്രവചിക്കില്ല എന്നൊരു വാക്കെടുത്ത ആളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അൾട്രാ കംഫർട്ടബിൾ എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത്. ഇനി എന്തും ആയിക്കൊള്ളട്ടെ, വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസാണ്. ആ റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് അങ്ങനെയാണ്. അതിൽ പാർട്ടി ഭേദമന്യുള്ള റെസ്പോൺസ് ഞങ്ങൾക്ക് പോസിറ്റീവായിരുന്നു. അത് CPM ആയിക്കൊള്ളട്ടെ, BJP ആയിക്കൊള്ളട്ടെ, കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും പാർട്ടി ഭേദമന്യേ ആ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മണ്ഡലം തിരിച്ചു കിട്ടുമെന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ സാധിക്കുമെന്നും. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു തരംഗമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് പലർക്കും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ അബിൻ വർക്കി ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ കൃത്യമായി നമ്പർ പറയുന്ന ഒരു ക്ലിപ്പിങ്ങും ഇതുപോലെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു, നമുക്കറിയാം UDF 100-ൽ അധികം സീറ്റ് നേടി വരുമെന്ന് VD സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനും അപ്പുറമുള്ള ഒരു കോൺഫിഡൻസ് കൃത്യമായി പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? കനകൊല്ലു സിദ്ധാന്തം റിപ്പോർട്ട് ചോർന്നു കിട്ടിയതെങ്ങാനുമാണോ? അതിൽ മറ്റ് സിദ്ധാന്തങ്ങളൊന്നുമില്ല. ഇതിൽ വീഴ്ചകൾ പറ്റിയ ഒരാൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയില്ല. ഞാനത് പോസിറ്റീവായിട്ടാട്ടോ പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ കേരളത്തിന് ഉടനീളം യാത്ര ചെയ്യുകയുണ്ടായി. ഞാൻ എല്ലാ മേഖലയിലും പോവുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 കൊല്ലമായി ഞങ്ങൾക്ക് ഭരണമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു. 10 കൊല്ലമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വളരെ ആത്മബന്ധമുള്ള പ്രവർത്തകരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് വളരെ പോസിറ്റീവാണെന്ന് മാത്രമല്ല, വളരെ ഹ്യൂജായിട്ടുള്ള ഒരു മാർജിനിലേക്ക് കോൺഗ്രസും UDFും വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടാകും. വളരെ കൃത്യമാണ്. നമുക്ക് ഒരു യാത്രയിൽ ആളുകളോടുള്ള സംവാദത്തിൽ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിരുന്നു ഈ തരംഗമുണ്ടാകുമെന്നും ഈ സീറ്റുകൾ ജയിച്ചു വരാൻ സാധിക്കും. അങ്ങനെയാണ് അത് പറഞ്ഞത്. അതിന് മാന്ത്രിക വിദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.